ഇന്ത്യയാണെങ്കിലും ആ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയെയും BJPയെയും നിയന്ത്രിക്കുന്നത് RSSും സംഘപരിവാറുമാണ്. ആ സംഘപരിവാർ അജണ്ടയാണ് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലമായി ഇന്ത്യയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന കേരളത്തിനെ തകർക്കുവാൻ അവരെല്ലാ വിധത്തിലും ആലോചിച്ചു. ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ, ഇന്ത്യയിലെ വാർത്താമാധ്യമങ്ങൾ, ഇന്ത്യയിലെ വർഗീയ ശക്തികൾ ഇവയെല്ലാം 2016 തന്നെ ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ വരുവാനിരിക്കാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ 2016 കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഉണ്ടാകും. ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്നാൽ ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് രാജ്യം ഭരിക്കുന്ന BJPയുടെയും കോൺഗ്രസിന്റെയും നയമുന്ന കോൺഗ്രസും BJPയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. രണ്ട് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും BJPയുടെയും സാമ്പത്തിക നയം ഒന്നാണ്. ആ രണ്ട് രാഷ്ട്രീയ നേതൃത്വവും ഇന്ത്യ രാജ്യത്ത് ഈ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് അധികാരത്തിൽ വരാതിരിക്കുവാൻ 2016 ശ്രമം നടത്തി. കേരളത്തിലെ എല്ലാ കക്ഷികളും വർഗീയ ശക്തികൾ ശത്രുതാ മനോഭാവമുള്ള RSSും SDPയുമെല്ലാം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വരാതിരിക്കുവാൻ ഒറ്റക്കെട്ടായി അവരെ ആഞ്ഞു പിടിച്ചു. എന്നാൽ 2016 കേരളീയ സമൂഹം കേരളത്തിലെ രാഷ്ട്രീയമായി പരിശോധിച്ചപ്പോൾ ഈ നാടിന്റെ വികസനത്തിന് പാവപ്പെട്ടവരുടെ തൊഴിലാളികൾക്ക് എല്ലാം അനുകൂലമായി നിൽക്കുന്ന ഒരു പ്രകടന പത്രിക. നാം ഓർക്കണം, ഒരു രാജ്യത്ത്, ഒരു സംസ്ഥാനത്ത്, ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഏത് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ, ഒരു സഹകരണ സംഘത്തിലാണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ജനാധിപത്യപരമായി വോട്ട് ചെയ്താൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്തെല്ലാം ചെയ്യുമെന്ന് ആ പ്രകടന പത്രികയിലുണ്ടാവും. BJPയുടെ പ്രകടന പത്രിക ഉണ്ടായിരുന്നു. രാജ്യത്ത് 3ാം തവണയും അധികാരത്തിൽ വന്നിരുന്ന BJPയുടെ ഗവൺമെന്റ് രാജ്യത്തെ പാവപ്പെട്ടവർക്ക് മോഹന സുന്ദര വാഗ്ദാനം നൽകി. തങ്ങൾ അധികാരത്തിൽ വന്നാൽ രാജ്യത്തെ പാവപ്പെട്ടവരെ സഹായിക്കും, അവരുടെ കണ്ണൂരിൽ ഒപ്പും. യുവാക്കൾക്ക് ഒരു വർഷം 2 കോടിയിലധികം രൂപ, 2 കോടിയിലധികം തൊഴിലവസരങ്ങൾ ഈ രാജ്യത്ത് ഒരു വർഷം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു. എന്തേ ഇവിടെ BJPയുടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും എല്ലാം നേതൃത്വത്തിലുള്ള ഇവരുടെ പ്രസ്ഥാനവും വിദ്യാർത്ഥി പ്രസ്ഥാനവും കോൺഗ്രസിന്റെയും മൂത്തതും യൂത്തുമെല്ലാം ഉണ്ടല്ലോ. ഞങ്ങൾ ഈ സമരത്തിലൂടെ ഈ ജാഥയിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം കേരളത്തോട് കാണിക്കുന്ന ബഡ്ജറ്റിലെ അവഗണന, കേരളം എന്നൊരു സംസ്ഥാനമുണ്ടോ എന്ന ചോദ്യത്തിന് വളരെ പ്രസക്തമായ ചോദ്യമാണ്.